ഇന്നിപ്പോൾ ഈ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വേഗത്തിലുള്ളൊരു റെസിപ്പിയാണ് നമ്മളുടെ ചെറുപയർ മുളപ്പിച്ചത്. ഒന്ന് നമുക്ക് മെഴുക്ക് പറ്റി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്ന ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളിയും ഒരു 10-20 ചുവന്നുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മളുടെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ്. ഈ ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നല്ല ചതച്ച മുളകുണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുളപ്പിച്ച പയറായതുകൊണ്ട് എനിക്ക് വേഗം വെന്ത് കിട്ടി. നിങ്ങളിപ്പം പച്ചപ്പയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിച്ചാൽ മതി. കുക്കറിൽ ഒരു 2 വിസിലടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം മുളപ്പിച്ച പയറായതുകൊണ്ട് ഞാൻ അധികം അങ്ങ് വേവിച്ച് കുഴച്ചെടുത്തിട്ടില്ല കേട്ടോ. സാധാ നിങ്ങൾ മുളപ്പിക്കാണ്ട് എടുക്കുന്ന പയറാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെ വേവിച്ചാൽ നമ്മുടെ ഉപ്പേരിക്ക് കുറച്ചുകൂടെ സ്വാദുണ്ടായിരിക്കും. നല്ല കുഴഞ്ഞ രൂപത്തിലത് കിട്ടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതിപ്പോൾ മുളപ്പിച്ച പയറായതുകൊണ്ട് ഞാൻ അധികം അങ്ങ് വേവിച്ച് ഉടച്ചിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കഴിക്കാനാണെങ്കിലും. അപ്പോൾ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റെസിപ്പിയുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം.